ഈ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ CJP സമരം നീറി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മലയാളി വ്ളോഗർ അനസ് മുഹമ്മദ് എന്നാണ് മുഴുവൻ പേര്, മുഹമ്മദ് ഒരു വീഡിയോ ഇട്ടു. ഇന്നലെ നമ്മളെ കണ്ട് തലയൊക്കെ വെച്ച് ചിരിക്കണോ കാരണോന്ന് ആലോചിച്ചു. അതാണ് ഇത്രയും വിവരമില്ലാത്ത ഇവരൊക്കെ വ്ളോഗർ നടക്കുന്നുണ്ട്. എന്ത് വിവരമാണോ വിളിച്ച് പറയുന്നത്? അത് എങ്ങനെ പോവും, എവിടെ പോവും, എന്താണ് ഈ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന്റെ സ്വഭാവം എന്ന് മനസ്സിലാവാത്ത ഒരുത്തനാണ് അവൻ. വന്ന് തള്ളോട് തള്ളാണ് അവൻ. നേപ്പാളിൽ നടക്കുന്ന നേപ്പാളിൽ കഴിഞ്ഞ വർഷം ജനസി ലഹളയിൽ അവൻ പങ്കെടുത്തത് മാത്രമല്ല, അവൻ കൃത്യമായിട്ട് തല എറിഞ്ഞ് പൊട്ടിച്ചു. വലിയ കല്ലെടുത്തിട്ട് അവിടുത്തെ ആ പലരെയും തല കൃത്യം എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും സത്യമാണ്. അത് തള്ളായിരിക്കും. ഇത് നേപ്പാളില് ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇതിന് എറിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്താണ്? അപ്പൊ ഈ CJPയുടെ പരിപാടി നടക്കുന്നിടത്ത് ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കയറിയിട്ടുണ്ടെന്നല്ലേ അതിന്റെ ഒരു അർത്ഥം? ഉറപ്പാണല്ലോ. പറഞ്ഞതനുസരിച്ചാണ് നേപ്പാളിൽ ഇപ്പൊ ഇവൻ ഈ പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൽഹിയിലെ പരിപാടിക്ക് നേപ്പാളിൽ നിന്ന് ആള് വന്നിട്ടുണ്ടാവണമല്ലോ. അപ്പൊ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ഇതുപോലെ വേറൊരു പടുവിഡ്യാസുരൻ, ഒരു മലപ്പുറത്തുകാരൻ അലി അംജദ് ഖാൻ ഇന്നലെ മനോരമയ്ക്ക് ഒരു ബൈറ്റ് കൊടുത്തു. അതിൽ അവൻ പറയുന്നത് എന്താണ്? അവന് ഇമാം മഹ്ദിയാണ്, അന്തിക്രിസ്തുവാണ്, മറ്റേ ലോകാവസാനം CJPയുടെ കൈ കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് പിന്നെ അവന് വെളിവില്ലാതെ പോയതാന്ന് പറയാം. മരുന്ന് വല്ലതും ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം. പക്ഷെ ഇതങ്ങനെയല്ലേ. ഇവൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത് ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം, ഇത് ആൾക്കാരെ അങ്ങ് വെടിവെക്കാനാ പറയുന്നത്. പോലീസുകാരെ അങ്ങ് വെടിവെക്കുക. പഞ്ചാബികളുണ്ട്, അവരുടെ ഡബിൾ ബാരൽ ഗണ്ണ് കാണും, അതെടുത്ത് അങ്ങ് വെടിവെച്ച് അത് വെച്ച് റെഡിയാക്കുക. പഞ്ചാബികളൊന്നും വന്നിട്ടില്ല, ബീഹാറികളൊക്കെ വന്നു കഴിയുമ്പോൾ കളിവാറ് ഇവിടെ ഭയങ്കര സംഭവം. പിന്നെ അവന്റെ പ്രധാനപ്പെട്ട ആവശ്യം പീരങ്കി കൊണ്ടുവന്ന് മറ്റേ പാർലമെന്റിനെയും അവിടുത്തെ കേന്ദ്ര സർക്കാരിനെ എല്ലാത്തിനും വെടിവെച്ചിടണമെന്നുള്ളതാണ്. അവിടെ എല്ലാം വെടിവെച്ച് തറക്കണമെന്നാണ്. അവിടുത്തെ പാർലമെന്റ് പ്രധാന ഡൽഹിയിലെ മന്ത്രികളെല്ലാം പീരങ്കി വെച്ച് വെടിവെക്കണമെന്നാണ്. ഇത് വേറെ എന്താ പിന്നെ ഭരണഘടന കത്തിക്കണം. ഇവിടെ മന്ത്രി വരെ പറഞ്ഞ ഭരണഘടന ഇത് ഇങ്ങനെ കണ്ണാടി വെച്ച് കുറെ എണ്ണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇങ്ങനത്തെ കണ്ണാടി വെച്ച്. ഇതുപോലെ വേറൊരുത്തനുണ്ട്, അവന്റെ പരിപാടി ഇവിടെ വന്നിരുന്ന മറുനാടനെ തെറി പറയാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് റീച്ച് കിട്ടും. നമ്മളെ മറുനാടനെ ചീത്ത വിളിക്കുക, മറുനാടനിൽ വീഡിയോ ഇടുന്നവരെ ചീത്ത വിളിക്കുക, വ്യക്തിപരമായി ആക്ഷേപിക്കുക. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവനോട് പ്രതികരിക്കണം. പ്രതികരിച്ച് കഴിയുമ്പോൾ എന്താണ്, ഞാൻ മറുനാടനെ തേറി പറഞ്ഞവനാണ് എന്നുള്ള നിലയ്ക്ക് ഇവനെ സുഡാപ്പികൾ സൂചിപ്പിക്കും. ആ സുഖമൊക്കെ കേട്ട് പുള്ളി കുവൈറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിനുള്ള പണി പുറകെ വരും. അത് വേറൊരു കാര്യം. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ണാടിയും വെച്ച് ഏതെങ്കിലും രാജ്യത്ത് പോയിരുന്ന് ഇതുപോലെ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ഈ വായു വരുന്ന തോന്നിവാസം എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അവസാനം അവിടെ കിടന്ന് ലേലുവല്ല് വിളിച്ചു പറഞ്ഞാൽ ഇനിയും കുവൈറ്റിൽ നിന്നൊക്കെ പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള അണ്ണന്മാരാണ്. നമ്മുടെ ഇന്നലത്തെ ഈ ബഹളം വെച്ച അനസ് ഇന്നിപ്പോ മാപ്പപേക്ഷയായിട്ട് എത്തിയിരിക്കുകയാണ്. കരച്ചിലോട് നിലവിളിയോട് മോങ്ങലെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. മോങ്ങയാണ്. ഇതിപ്പോ ഏത് രാജ്യത്ത് പോയിരുന്നെന്ന് പറഞ്ഞാലും അത് ഇന്ത്യയിലെ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാരാണ്. ആ ഇന്ത്യൻ പാസ്പോർട്ടിലാണ് പോയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് പരിപാടി കാണിച്ചെന്ന് പറഞ്ഞാലും എടുത്തുകൊണ്ട് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും. ഈ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് നല്ല ബന്ധമുള്ള രാജ്യങ്ങൾ തന്നെയാണ്, പ്രത്യേക ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ. അതെ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളുന്നതിന് ഒരു കുഴപ്പമില്ല. തള്ളുന്നതിനൊരു പരിധിയുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഒരുത്തം വന്ന് കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം. അവന്റെ വിശദീകരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാം, ഞാൻ ഒരു തവണയല്ലേ ചെയ്തുള്ളൂ. ഒരു തവണ. അങ്ങനെ പിന്നെ നാട്ടിൽ പോലീസും കോടതിയൊന്നും വേണ്ടില്ല. ഞാൻ ഒരാളെ ഒരു തവണ കുത്തിക്കൊന്നിട്ട് ഒരു തവണയല്ലേ കുത്തിക്കൊന്നുള്ളൂ, കുഴപ്പമില്ല, എന്നെ വെറുതെ വിടണമെന്ന് പറയും പോലെ ഉള്ളൂ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസും വന്നിട്ട് എന്താണ് പറയുന്നത്, നേപ്പാളിലൊക്കെ ഞാൻ ഈ പ്രക്ഷോഭത്തിൽ ഞാൻ പങ്കെടുത്തു, ഞാൻ ഇടത്ത് കൈ കൊണ്ടാണ് കാലിലെടുത്ത് എറിഞ്ഞ തല അടിച്ച് പൊട്ടിച്ചു. ജഗതി ഒരു സിനിമയിൽ, ഭാഗ്യവാൻ സിനിമയിൽ പറഞ്ഞത്, ഞാൻ 10-15 ചൈനീസ് പട്ടക്കാരെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നു എന്ന് പറയാം. അതേ രീതിയിലാണ് ഇദ്ദേഹം തള്ളുന്നത്. ഈ കൈ ഇടത്ത് കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ 2 കൈ കൊണ്ട് കല്ല് വലിച്ചെറിഞ്ഞ് കുറെ പോലീസുകാർ മരുന്നായിരിക്കും. ഇതെല്ലാം മരുന്നാണ്. ഈ മരുന്നുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. ആവേശമാണ്. പുള്ളിയുടെ വാക്കുകൾ കണ്ടില്ല, ഇങ്ങനെ നിൽക്കുക. ചില പ്രത്യേക ആംഗ്യങ്ങളും ചില ഒരു ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് അദ്ദേഹം ആവേശം മൊത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇയാൾ പറഞ്ഞത് മുഴുവൻ ശരിക്കും ആന്റി നാഷണലിസം. അല്ല, ഇവനെ അടിയന്തരമായി പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇവനെ NIA ഏൽപ്പിക്കാൻ വേണം. കാരണം ഇവൻ ഈ നേപ്പാളിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. നേപ്പാളിൽ പോയിട്ടുണ്ട്, അവിടുത്തെ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരാണെങ്കിൽ ഇവനെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെ വേണം. ഇപ്പൊ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഡെയിലി 1000 കോള് വെച്ചാ വരുന്നത്, എന്നെ സുഡാപ്പി എന്ന് വിളിക്കുന്നു, രാജ്യദ്രോഹി തന്നെയാണ്, രാജ്യദ്രോഹി തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ എന്ന് വിളിക്കുന്നു. കാരണം ഇവന്റെ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ നമ്മൾ ഒന്നിച്ചല്ലേ ഇത് കണ്ടപ്പോ തന്നെ നമ്മൾ വിചാരിച്ചിട്ട് ഇതെന്താടാ ഒരു ബോധമില്ലാതെ ഇവൻ പറയുമോ? എന്താണ് പറയുന്നത്? പറയുന്ന മുഴുവൻ കലാപത്തെക്കുറിച്ചും
മാത്രമല്ല ഈ ആശാൻ പറയുന്നുണ്ട് ഞാൻ റിമൂവ് ചെയ്തു, പക്ഷേ വേറെ ഒരു ആശാന്മാർ ഇത് നേരത്തെ ചെയ്ത് എടുത്തങ്ങ് ഇവന് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്തിനാ 1 മിനിറ്റ് ഇടുന്ന മിനിറ്റിൽ തന്നെ ഈ സാധനം എടുക്കാൻ ഇവിടെ ആളിരിപ്പുണ്ട്. അത് എടുത്തു മാത്രമല്ല ഇവനെ വെച്ചിട്ട് പണി തുടങ്ങി. ഇതിപ്പം ഇവന് പേടി വന്നത് എന്താണെന്നറിയാമോ? ഇവന്റെ ഈ വീഡിയോ വെച്ച് എല്ലാവരും ഡൽഹി പോലീസിനെയും NIA എല്ലാം മെൻഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവന്റെ ആ കൂസലില്ലായ്മ, പറഞ്ഞ കാര്യം ട്രാൻസ്ലേറ്റ് നിങ്ങൾ അയച്ചു അതെ, ഇവൻ പറയുന്ന രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന് ഈ പരിപാടി ചെയ്തിട്ടുണ്ട് എന്നൊരു സംശയം വരും. ഈ നേപ്പാളിൽ ഇവൻ പോയിട്ടുണ്ടോ, നേപ്പാൾ ഈ ഭൂഖണ്ഡത്തിൽ എവിടെയാണെന്ന് അറിയാമോ എന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ വരുമ്പോൾ ഇവനെ സ്വാഭാവികമായിട്ടും തൂക്കും. അതെ, ഇവനെ സ്വാഭാവികമായിട്ടും തൂക്കും എന്നുള്ളത് അവനിപ്പം നിലവിളിക്കുക. അവൻ പറയുന്നത് എന്താ, എനിക്ക് ഏതാണ്ട് അസുഖമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ഞാനിപ്പോൾ എപ്പോഴും അവിടെ ചെന്നേനെ ഒന്ന് നമ്മൾ ചുമ്മാ പോകും ബ്രോ, എടാന്നും പറഞ്ഞാണ്. നമ്മളൊക്കെ കേരളീയരല്ലേടാ, നമ്മൾ കേരളത്തിന്റെ ആളല്ലേടാ, നമ്മളോടങ്ങ് ക്ഷമിക്കടാ. ഒരാഴ്ച വീണ് പിൻഭാഗം കണ്ട് എന്തോ പരുക്ക് പറ്റിയിട്ടുണ്ട്, അപ്പൊ അത് കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതാ, അപ്പൊ അത് കഴിഞ്ഞാൽ റെഡിയാണ്, ഞാൻ അങ്ങ് വരുമെന്നാണ്. ഞാൻ വരും, പറന്നു വരും, ഞാൻ കല്ലുമായി വരും, അതുവരെ ഇത് നീട്ടിക്കൊണ്ട് പോകണം. അതാണ് അതിനകത്ത് ഏറ്റവും രസമാണ്. കല്ലാണ് പഞ്ചാബികൾ ഡബിൾ ബാരൽ ഗണ്ണ് വേണം, പിന്നെ എന്താണ് പീരങ്കി വേണം, ഞാൻ കല്ലുമായിട്ട് വരും. ഇതെല്ലാം ദാവീദും ഗോലിയാത്തും. ഗോലിയാത്തിനെ നേരിട്ടത് ഈ ഇതിനകത്ത് ഇന്ന് ഇവനെ അറസ്റ്റ് ചെയ്യണം പോലീസ് ആദ്യം, ഒട്ടും വൈകിക്കരുത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്, നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും എനിക്ക് എണീറ്റ് നടക്കുന്ന വരെ നീട്ടിക്കൊണ്ട് പോകണം, എന്നിട്ട് വേണം എനിക്ക് അവിടെ വന്നിട്ട് നിങ്ങൾ ഇവന് പിൻഭാഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ ചങ്ങല കിട്ടേക്കണം. തുടങ്ങി വെക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, പോലീസുകാരെ കുത്ത് കണ്ടില്ലേ, ഇവൻ ഹരം കൊള്ളുകയാണ്. ചോര വരുന്നതൊക്കെ പുള്ളി ഇങ്ങനെ. അപ്പോൾ വളരെയധികം അദ്ദേഹം അങ്ങ് അർമാദിച്ചു. കാരണം ഇതിൻ്റെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലിരുന്ന് നമുക്ക് എന്ത് പറയാം എന്ന് പറയുന്നുണ്ടല്ലേ. എന്റെ ലീഗൽ അഡ്വൈസർ എന്നോട് ഉപദേശിച്ചു, ലീഗൽ അഡ്വൈസർ ആ അഡ്വൈസർ അവനെ പിടിച്ചോണ്ട് പറഞ്ഞു അടുത്ത സ്ഥിരമായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട്, വലിയ ആളാണ്. അതുകൊണ്ട് സാധാരണ വലിയ സ്ഥാപനങ്ങളാണ് ലീഗൽ അഡ്വൈസറെ വെക്കാറുള്ളത്. അവനറിയാം സ്ഥിരമായിട്ട് എനിക്ക് ഇതുപോലുള്ള പണികൾ വരും, അപ്പൊ ഞാൻ ലീഗൽ അഡ്വൈസർ. ഈ പണിന്ന് തലകൂരുന്നതാരും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും തിഹാർ ജയിലിൽ പോകാൻ വേണ്ടി ഉള്ള ഉടുപ്പും ഷർട്ടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചാൽ പിൻഭാഗത്ത് പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കൊണ്ട് അവർ പരിഹരിച്ചോളും. ആശുപത്രി ഡൽഹിയിൽ നല്ല ആശുപത്രി. ഇപ്പം അദ്ദേഹത്തിന് ഭയം എന്നെ സുഡാപ്പി തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, വയനാട്ടുകാരൻ അംജദ് ഖാൻ എന്ന് പറയുന്ന ഈ പുള്ളിയുടെ ബൈറ്റ് വന്നു. ആ ബൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് അതിനകത്തൊരു പ്രതികരണമായിട്ട് വന്നു. നമ്മൾ ശ്രദ്ധിച്ച്, ഇതുപോലെയുള്ള വിവരദോഷികൾ കാരണം ഈ സമരം അട്ടിമറിക്കപ്പെടും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ആശങ്കപ്പെട്ട് വീഡിയോയും പോസ്റ്റും ഇടുന്നുണ്ട്. ഇതുപോലുള്ള ആൾക്കാർ അട്ടിമറിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോഴാണ് അടുത്തവൻ വന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം ആൾക്കാരും ആ സമരത്തിലുണ്ട്. അത് സംശയമില്ലാത്ത കാര്യം. കാരണം ഒരുപക്ഷെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുള്ളതിൽ ഒരു 2/3 ഭാഗമോ ഒരു 1/3 അല്ല 2/3 ഭാഗം ഇത്തരക്കാരാണ്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഈ അക്രമ സംഭവങ്ങൾ നടത്തുന്ന യവന്മാരായിരിക്കും. സാധാരണക്കാരായി സമരം ചെയ്യാൻ വരുന്നവരുന്നു, അവർക്ക് നിയമത്തിന് ഭയമുള്ളവരാണ്, അവർ പോലീസിനും കോടതിയൊക്കെ പേടികളുണ്ട്, അവർ ചെയ്യില്ല. യവന്മാർ തന്നെയാണ്. നമ്മൾ കേരളത്തിൽ നടന്ന എത്രയോ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിരുന്നു. എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് 10-27 വർഷമായി. അപ്പോൾ അന്ന് എൻ്റെയൊക്കെ തുടക്കകാലത്ത് നടന്ന പല സമരങ്ങളിലും ഇവർ നുഴഞ്ഞു കയറുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കേരളത്തിൽ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്ന ആശാന്മാർ മുഴുവൻ ഇപ്പൊ തൂത്തുവാരിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ കിടപ്പുണ്ട്. വലിയ കുഴപ്പമില്ലാത്തത് ഇവര് ലക്ഷ്യമിടുന്നത് ഈ ദളിത് സംഘടനകൾ നടത്തുന്ന സമരം, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ നടത്തുന്ന സമരം, ഇത്തരം സമരങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ട് അവിടെ അവരെ ഉപയോഗിക്കുക. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനപരമായിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകരുത്. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആര് ഭരിച്ചാലും രാജ്യം നേരെ മുന്നോട്ട് പോകരുത്. ഇപ്പൊ എല്ലാവരും കടന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ആന്റി നാഷണൽസ് ആക്കുന്നു, നിങ്ങൾ രാജ്യദ്രോഹികളാക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഈ സമരം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ, ഇത് ഇത്രയും വലിയൊരു സമരത്തെ നിയന്ത്രിക്കാൻ CJP രാജ്യത്ത് പോയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവർ ഇന്ത്യ മഹാരാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ നിരാലംബരുടെയും നിസ്സഹായരുടെയും സമരത്തിൽ നുഴഞ്ഞു കയറി അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുക, തീവയ്പ്പുകൾ ഉണ്ടാക്കുക, കൊലയും കൊള്ളിവയ്പ്പും ഉണ്ടാക്കുക, രക്തസാക്ഷികളെ സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ. ഇടയ്ക്ക് നമുക്ക് ഓർമ്മയുണ്ട്, എറണാകുളം ജില്ലയിൽ ഒരു കുടിയൊഴിപ്പിക്കലെ ബന്ധപ്പെട്ട് ഒരാളുടെ സ്വകാര്യ വസ്തു സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. അവിടെയും ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട ചെറിയ സംഘർഷത്തിലേക്ക് പോയി.
പക്ഷേ അവിടുത്തെ MLA സജീന്ദ്രനും അവിടുത്തെ ജില്ലാ ഭരണകൂടവും എല്ലാവരും സർക്കാരും ഒരുമിച്ച് നിന്ന് കൃത്യമായിട്ട് അവരത് ഡീൽ ചെയ്തുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കി കിട്ടി. അല്ല, എനിക്കറിയാവുന്നതാണ് ചെങ്ങറ സമരഭൂമിയിൽ, ചെങ്ങറ സമരഭൂമി, ഞാൻ ചെങ്ങറ സമരം തുടങ്ങിയ അന്ന് തൊട്ട് അവിടെ രാവിലെ ഞങ്ങളുടെ പരിപാടി എന്താ, രാവിലെ ഫോട്ടോഗ്രാഫറും കൂട്ടി നമ്മൾ എല്ലാ പത്തനംതിട്ട എന്നൊരു വലിയ വിഭാഗം അവിടെ ചെന്ന് നിൽക്കുക. രാവിലെ 10 മണിയാകുമ്പോൾ ഞങ്ങളവിടെ ഹാജരാണ്. പിന്നെ നമ്മൾ നോക്കുന്ന പോലീസ് ആക്ഷനെ മറ്റു കാര്യങ്ങൾ ഉച്ചയ്ക്ക് വൈകിട്ട് 5 മണി വരെ അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചു പോരത്തുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ മുഖേനയാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ ശരിക്കും മാധ്യമങ്ങളെല്ലാം ഒറ്റ ആൾക്കാരെ അവരാ അതുമ്പുകുളത്തു നിന്ന് അങ്ങോട്ട് കയറ്റി, അതുമ്പുകുളത്താണ് ഇത് സ്റ്റാർട്ടിങ്, അവിടെ കയറ്റി വിടില്ല. അപ്പോൾ ഞങ്ങളെ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ DYSPമാർ ഓടി വരും, നമ്മളോട് പറയും ഞങ്ങൾക്ക് ഇന്ന കാര്യം അറിയണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരുത്തനെ കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾ പറയും കൊണ്ടുപോകാം, നമ്മുടെ കൂടെ വരും, നമ്മുടെ കൂടെ വന്ന് കയറിയിട്ടുണ്ട് ഇവർ കുറേ പേര്. അല്ലാതെ പിന്നീട് ഇവർക്ക് മനസ്സിലായി ഇത് സ്പെഷ്യൽ ബ്രാഞ്ചുകാരാന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ കൂടെ വരുന്ന ഇവരാരാ. അപ്പോൾ നമ്മളെ പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അവന്മാർ അവിടെ തടയും. പിന്നെ ഞങ്ങളായിരുന്നു ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്നത്, ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ DYSP ഉണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം, ഇവർക്ക് പിന്തുണയുമായി വരുന്നവരെ ഇവരതിനകത്ത് കയറ്റുന്നുണ്ട്. ആ വരുന്ന കൂട്ടത്തിൽ നക്സലൈറ്റ് സ്വഭാവമുള്ള സംഘടനകളുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ഇതിനകത്ത് ഈ തീവ്രവാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ നുഴഞ്ഞു കയറും. അപ്പോൾ അത് പിന്നീട് എന്നോട് പറഞ്ഞു, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സമീപ ഭാവിയിൽ എവിടെയെങ്കിലും ഒരു വണ്ടി ഇടിച്ചാൽ ഉടനെ ആ വണ്ടി കത്തിക്കും. അങ്ങനെ ഒരു പരിപാടിയാണ്. ഒരു കാർ ഇടിച്ച് ഒരു മനുഷ്യൻ മരിക്കും, അല്ലെങ്കിൽ ഒരു ബസ് ഇടിച്ച് ഒരു മനുഷ്യൻ മരിക്കും. അപ്പോഴേക്ക് എവിടെ നിന്നറിയാതെ അവിടെ ഒരു വലിയ ആൾക്കൂട്ടം രൂപപ്പെടുക. എവിടെ നിന്നൊക്കെ ആരൊക്കെ വരുന്നു, പെട്ടെന്ന് ആ വാഹനം അടിച്ചു ചേർക്കുന്നത് കത്തിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി, ഈ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് അതാണ്. അതിനകത്ത് അത് ഒരു പക്ഷേ നക്സലുകളാകാം, ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടന ആരാണെങ്കിലും ആകാം. അപ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം? ഈ രാജ്യത്തെ ഇല്ലായ്മയാക്കുക, അല്ലാതെ നരേന്ദ്രമോദിയെ ഇല്ലായ്മയാക്കുകയോ BJP ഇല്ലാതാക്കുകയോ അല്ല ഇവരുടെ ലക്ഷ്യം. ഇവരുടെ രാജ്യത്തിന് തുരങ്കം വയ്ക്കുക എന്നുള്ളത്. അപ്പം നമ്മളിത് പറയുമ്പോൾ ഈ കോക്രോച്ച് പാർട്ടിയെ അനുകൂലിക്കുന്ന ആൾക്കാർ നമ്മളോട് പറയുന്നത് നിങ്ങളൊക്കെ സംഘികളാണെന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, നിങ്ങളൊക്കെ സംഘികളായതുകൊണ്ട് നിങ്ങൾ നരേന്ദ്രമോദി, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഭരിക്കുന്നത് നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മൻമോഹൻ സിംഗോ ആരും ആയിക്കോട്ടെ. അന്ന് ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്, BJP അല്ല. പക്ഷെ അങ്ങനെ ഇതും ഒരു തന്ത്രമാണ്. ഈ BJP സംഘി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ഒരു ലേബലിൽ വിധ്വംസക പ്രവർത്തനം, അവരുടെ പ്രധാന ലക്ഷ്യം സംഘി സർക്കാരിനെ താഴെ ഇറക്കുക, മോദി ഇറക്കുക. കാരണം ഇവിടെയുള്ള ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കുറെ കക്ഷികൾ തീഹാറിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്, അവരെ വെളിയിറക്കി വിടണ്ടേ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ വ്ളോഗർമാരെന്നും പറഞ്ഞ് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, വായി വരുന്ന എന്തും വിളിച്ചു. ഇവന്റെ മാപ്പപേക്ഷ നമ്മൾ സ്വീകരിക്കുന്നില്ല, കേരളത്തിലെ ഇന്ത്യൻ ജനത സ്വീകരിക്കില്ല. ഇന്ന് എത്രയും നേരത്തെ ഇവർ തൂക്കിയെടുത്ത് അകത്താക്കുക, എന്നിട്ട് ഇവൻ നന്നായിട്ട് പോലീസ് കുറേ ചോദ്യം ചെയ്യുക, എന്താണ് ഇവൻ്റെ പിന്നിലുള്ളതെന്നൊക്കെ മനസ്സിലാവും. NIA ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഇവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് തന്നെ മനസ്സിലാക്കണം. കാരണം ഇവൻ പറഞ്ഞ സത്യമാണ്. ഇവൻ നേപ്പാളിൽ പോയിട്ടുണ്ടെങ്കിൽ, തള്ളാവാനും സാധ്യത, തള്ളല്ല ഇവൻ പോയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി ഇവൻ ആരോടെയാണ് പോയത്, അവിടെ എന്തായിരുന്നു ഇവൻ്റെ പരിപാടി എന്നുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക. ഇവിടെ ഇവൻ്റെ ബന്ധങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണം, ഇവൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കണം. കൃത്യമായി ഇവൻ തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരൊന്നും ഇനി പുറംലോകം കാണാത്ത രീതിയിൽ തീഹാർ ജയിലിൽ പഴയ ഇവിടെ നിന്ന് കൊണ്ടുപോയ കുറേ പേര് അവിടെ കിടപ്പാണ്, അവരുടെ കൂട്ടത്തിൽ ഇവനെ കൂടെ പറഞ്ഞേക്കണം.